തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ പാണക്കാടെത്തി സാദിഖ് അലി തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി. മഹുവ മൈത്ര, ഡെറിക് ഒബ്രയാൻ എന്നിവരാണ് പാണക്കാട്. സൗഹൃദ സന്ദർശനം മാത്രമാണിതെന്നും തൃണമൂൽ കോൺഗ്രസ് മുന്നണി പ്രവേശനം UDF ചർച്ച ചെയ്യുമെന്നും സാദിഖ് അലി തങ്ങൾ പറഞ്ഞു. തൃണമൂൽ കോൺഗ്രസിൻ്റെ MP-മാർ അവർ കേരളത്തിൽ അവരുടെ പാർട്ടി പരിപാടികൾക്ക് വന്നതായിരുന്നു. അപ്പോൾ മലപ്പുറത്ത് വന്നപ്പോൾ പാണക്കാട് വരണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചു. ഇങ്ങനെ ഇവിടെ വന്നു. പാണക്കാടിനെ കുറിച്ചൊക്കെ അവർ കേട്ടിട്ടുണ്ട്. അപ്പോൾ നേരിട്ട് മനസ്സിലാക്കാൻ വേണ്ടി വന്നതാണ്. വേറെ കുറിച്ച് സംസാരിച്ച് വേറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഒരു ഫ്രണ്ട്ലി വിസിറ്റ് അതായിരുന്നു. ബംഗാളിൽ നിന്ന് അവർക്ക് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ കുറിച്ച് വളരെ കൃത്യമായിട്ട് അറിയാം. പാർലമെൻറ്റ് മെമ്പർ ആയിട്ടുള്ള ET മുഹമ്മദ് ബഷീർ സാഹിബായാലും PV അബ്ദുൽ വഹാബ് MP ആയാലും ഇവരൊക്കെ ആയിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പുള്ളതാണ്. അപ്പോൾ പാണക്കാട് കുടുംബത്തിനെ കുറിച്ച് അറിയുന്നതുകൊണ്ട് ആദ്യം തന്നെ അതൊരു ഹിസ്റ്റോറിക്കൽ പ്ലേസാണ്, നമുക്കവിടെ പോകണമെന്ന് അവർ ആവശ്യപ്പെട്ടതാണ്. ആ രീതിയിൽ വന്നു. ദേശീയ രാഷ്ട്രീയത്തെക്കുറിച്ച്, ഇന്നത്തെ അവസ്ഥയെക്കുറിച്ചുള്ള ഒരു ജനറൽ ഡിസ്കഷൻ, ഒരു ഫ്രണ്ട്ലി ഡിസ്കഷൻ ഇത്രേ ഉണ്ടായിട്ടുള്ളൂ. My colleague Mahua Moitro and I are here. We played a courtesy visit here. We will have a press conference sometime later. For the moment, good morning, and we'll have more to talk about tomorrow. Okay? No. അരുൺ അമൃതനാഥ് മലപ്പുറത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, വെറും കൂടിക്കാഴ്ച, സൗഹൃദ സന്ദർശനം എന്നൊക്കെ പറഞ്ഞാൽ മതിയാകില്ലെന്ന് തോന്നുന്നു. നാളെ ഇതിൽ കൂടുതൽ പറയാനുണ്ടെന്ന് പറഞ്ഞാണ് ഡെറിക് ഒബ്രയൻ അവസാനിപ്പിക്കുന്നത്. തീർച്ചയായും ആര്യ മാർഷൽ, അത്തരത്തിലൊരു രാഷ്ട്രീയമായ പ്രസക്തി കൂടി ഈ കൂടിക്കാഴ്ചയ്ക്ക് ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഈ തൃണമൂൽ കോൺഗ്രസ് MP-മാരായ മഹുവ മൊയ്ത്രയും ഡെറിക് ഒബ്രയനുമാണ് PV അൻവറിന് ഒപ്പം പാണക്കാടെത്തി സാദിഖ് അലി തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തിയത്. ആത്യന്തികമായി UDF-വുമായി സഹകരിച്ച് പോവുക എന്നുള്ളതാണ് തൃണമൂൽ കോൺഗ്രസിൻ്റെ ലക്ഷ്യം. അത് ശരിവെക്കുന്ന തരത്തിലാണ് ദേശീയ നേതാക്കൾ ഉൾപ്പെടെ പാണക്കാടെത്തി ചർച്ച നടത്തിയിരിക്കുന്നത്. നേരത്തെ ഒക്കെ ഇത്തരത്തിൽ രാഷ്ട്രീയമായ ഒരു അന്തരീക്ഷത്തിൽ, ഒരു സൗഹൃദ അന്തരീക്ഷം ഇപ്പോൾ PV അൻവറിന് മുന്നിൽ ഉണ്ട് എന്നുള്ളതാണ്. അതായത് VD സതീശൻ നയിക്കുന്ന ജാഥയിൽ PV അൻവറിനെ പങ്കെടുപ്പിച്ചിരുന്നു. ഒപ്പം തന്നെ ലീഗിൻ്റെ ഔദ്യോഗിക പരിപാടിയിൽ PV അൻവർ എത്തിയിരുന്നു. അപ്പോൾ അത് ശരിവെക്കുന്ന തരത്തിൽ അത്തരത്തിൽ ഒരു കൂടിക്കാഴ്ചയായി തന്നെ ഇത് മാറുകയാണ്. പാണക്കാട് തങ്ങൾ പറഞ്ഞ ഒരു കാര്യം കൂടി പ്രസക്തമാണ്. തൃണമൂൽ കോൺഗ്രസ് ഈ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്. അപ്പോൾ ഈ UDF-വുമായി സഹകരിക്കുന്ന കാര്യമൊക്കെ പിന്നീട് ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാക്കൾ ബാക്കി നാളെ പത്രസമ്മേളനത്തിൽ കാര്യങ്ങൾ വിശദീകരിക്കാമെന്നും പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. രാഷ്ട്രീയപരമായ പ്രസക്തി കൂടി ഈ കൂടിക്കാഴ്ചയ്ക്കുണ്ട് എന്നുള്ളതാണ്. UDF-വുമായി തൃണമൂൽ കോൺഗ്രസ് സഹകരിച്ച് പോകുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. UDF നേതൃത്വം എന്തായാലും കരുതലോടെയാണ് ഇതുവരെ പ്രതികരിച്ചിട്ടുള്ളത്.